കോഴിക്കോട് ആയഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പൂട്ട് തകരാറിലാക്കിയതിനെ തുടർന്ന് ജീവനക്കാർക്ക് ഏറെ നേരം അകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. മണലും പശയും ഉപയോഗിച്ചാണ് പൂട്ട് തകരാറിലാക്കിയത്. പോലീസ് എത്തി പൂട്ട് പൊളിച്ച് ജീവനക്കാരെ അകത്ത് കയറ്റുകയായിരുന്നു. ഷിത ജഗത്ത് വീണ്ടും ചേരുന്നു. ഷിത, ഇതെന്താണ് കാര്യം? അജിംസ്, ഇന്ന് രാവിലെ പഞ്ചായത്ത് ഓഫീസ് തുറക്കാൻ എത്തിയപ്പോഴാണ് ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു 9 മണിയോട് കൂടെ പഞ്ചായത്ത് ഓഫീസിൽ എത്തിയ സമയത്താണ് ആ ഓഫീസിന്റെ പുറത്തുള്ള ഗേറ്റ് പൂട്ടിയിട്ട നിലയിൽ കണ്ടത്. അപ്പോൾ പരിശോധിച്ച സമയത്ത് അകത്ത് മണലോ മറ്റോ പശയോ ഒക്കെ വെച്ച് ആ പൂട്ട് തകരാറിലാക്കി, മനഃപൂർവ്വം അത് തകരാറിലാക്കിയതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നീട് പോലീസ് എത്തി ആ പൂട്ട് പൊളിച്ചിട്ടാണ് ആളുകളെ, ജീവനക്കാരും ഒപ്പം തന്നെ ആ സേവനങ്ങൾക്കായി, ഇപ്പോൾ അവധിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ, ഇന്ന് ഒരുപാട് ആളുകൾ അവിടെ മറ്റ് സേവനങ്ങൾക്കായി എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെയെല്ലാം തന്നെ അകത്തേക്ക് കയറ്റിയത്. ആദ്യം പുറത്തുള്ള പൂട്ടും തകരാറിലാക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ അകത്തുള്ള ഈ ഓഫീസിന്റെ അകത്തേക്ക് കയറുന്ന പൂട്ടും അതുമെല്ലാം തന്നെ ഈ രീതിയിൽ തന്നെ തുറക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത്. പിന്നീട് പോലീസ് എത്തി ജീവനക്കാർ തന്നെ പൂട്ട് തകർത്താണ് അകത്ത് കയറിയിരിക്കുന്നത്. പോലീസ് എന്താണ് പറയുന്നത്? സാമൂഹ്യ വിരുദ്ധർ ചെയ്തതാണോ, അതല്ല ഇനി പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് എന്തെങ്കിലും ദുരനുഭവം നേരിട്ട ആരുടെയെങ്കിലും പ്രതിഷേധമാണോ? ജിംസ്, അങ്ങനെ ഒരു സംശയം കൂടെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും പോലീസ് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല. ആരാണ് ഇത് തകരാറിലാക്കിയത്, എന്ത് കാരണത്താലാണ് എന്നതൊക്കെയുള്ളത് അന്വേഷിച്ച് വരികയാണ്. പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് എന്ത് കാരണമാണ് എന്നുള്ളത് നോക്കുന്നുണ്ട്. ഒടുവിൽ ഈ അജിംസ് പറഞ്ഞ രീതിയിലേക്ക് തന്നെ ഇതിനു മുൻപ് ദുരനുഭവം ഉണ്ടാക്കി ഒരുപാട് തവണ തങ്ങളെ പഞ്ചായത്തിലേക്ക് എത്തിച്ച ജീവനക്കാർക്ക് ഉള്ള ഒരു ഏതെങ്കിലും രീതിയിലുള്ള അവർക്കുള്ള ഒരു പണിഷ്മെന്റ് നൽകിയതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടെ പരിശോധിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 2 മണിക്കൂറിന് ശേഷമാണ് അവിടെ എത്തിയ ജീവനക്കാർക്കും അവിടെ എത്തിയ സേവനത്തിനെത്തിയ ആളുകൾക്കും അകത്തേക്ക് കയറാൻ സാധിച്ചത്. അജിംസ്.